There's no doubt the Emirates has plenty of appeal. It's famous for having the world's tallest buildings, lavish properties, and headline-hitting development projects such as മാത്യു man-made islands like the Palm. When oil was above $100 a barrel ആര് it looked as if the region was insulated എബിനോ from the economic storm wreaking havoc over much of the rest of the എവിടെ world. വെച്ച് എബിൻ നീ കുടിച്ചിട്ടുണ്ടോ? യാ, എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. എവ്രി വൺ വാസ് ഡ്രിങ്കിങ്. ഞാൻ ഒരു ബിയർ മാത്രമേ കുടിച്ചുള്ളൂ. കുടിയന്മാർക്ക് കണക്കൊക്കെ. നീ റോഡിൽ കിടന്ന് തല്ലുണ്ടാക്കിയടാ. പപ്പയോട് ആരോ പറഞ്ഞു. ചോദിച്ചതിന് ഉത്തരം പറയടാ. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഒരുത്തൻ എൻ്റെ ഫ്രണ്ടിനെ ഇൻസൾട്ട് ചെയ്തു, ഞാൻ റിയാക്ട് ചെയ്തു. ആദ്യം കൈവച്ചതും അവനാ. എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. റോട്ടിൽ കിടന്ന് തല്ലുണ്ടാക്കിയിട്ട് ന്യായം പറയുന്നതാ. പണ്ട് ഇതുപോലെ കോളേജ് കിടന്ന് തല്ലുണ്ടാക്കിയിട്ട് ഡിസ്മിസലും വാങ്ങിച്ചു വന്നവനാ നീ. ഒന്നിനും കൊള്ളാത്ത തെണ്ടി പിള്ളേരെ പോലെ നടക്കാൻ നാണം ഉണ്ടോടാ നിനക്ക്? പപ്പയ്ക്ക് എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വേണ്ട. ആർക്കാണ് ഫ്രസ്ട്രേഷൻ? എന്താണ് എനിക്ക് ഫ്രസ്ട്രേഷൻ? എന്നോട് എന്തിനാ ചൂടാവുന്നേ? ഞാനാണ് നാട്ടുകാരുടെ നിന്ന് പൈസ ഒക്കെ മേടിച്ച്. ഞാൻ കാരണമാണോ 24 മണിക്കൂർ ആൾക്കാരെ പൈസ വിളിക്കുന്നത്? ഞാൻ എന്റെ കാരണമാണോ? Is it because of me? എന്നെ ഉപദേശിക്കാനും ചോദ്യം ചെയ്യാനും വരുന്നതിന് മുമ്പ് അതിനുള്ള അർഹതയുണ്ടോ എന്ന് സ്വയം ചോദിച്ചു. ജെറി കൈയെടുക്ക. ജെറി കൈയെടുക്കാൻ. കൈയെടുക്കടാ. അയ്യോ കുഞ്ഞ്. ചായന എണീറ്റോ? ഞാൻ പോയി കാപ്പി ഇടാം. ഇന്ന് ഞാനും അടുക്കളയിൽ കയറി. എബിൻ പറഞ്ഞതൊന്നും മനസ്സിൽ വെക്കരുത്. അവന്റെ പ്രായത്തിലുള്ള പിള്ളേർക്ക് എങ്ങനെയാ സംസാരിക്കണ്ടേന്ന്. കുഴപ്പം അവൻ്റെ മാത്രമല്ല. അവൻ പറയുന്നത് കേൾക്കുന്നതിന് മുമ്പ് അവനെ ചീത്ത വിളിക്കാൻ ഞാൻ തീരുമാനിച്ചിരുന്നു. അത് തെറ്റല്ലേ? മക്കളെ നമ്മളും മനസ്സിലാക്കണ്ടേ? എന്നാലും അവൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഷെളി, ലൈബീരിയയിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ കുറച്ച് സ്ക്രാപ്പ് കിടപ്പുണ്ട്. ഇറാനിൽ എനിക്കൊന്ന് 2 ബയേഴ്സും ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ് നടന്നാൽ ഒരു വലിയ എമൗണ്ട് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ വരും. പക്ഷെ ഞാനൊന്ന് ലൈബീരിയ വരെ ട്രാവൽ ചെയ്യേണ്ടി വരും. അതിനൊക്കെയുള്ള ചെലവ് മാത്യു ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇച്ചായും പോയിട്ട് വാ. പക്ഷേ ഈ സമയത്ത് നിന്നെ മക്കളെ ഇവിടെ വിട്ടിട്ട്. ഇച്ചായോ, ബിസിനസ്സിലുള്ള ലാഭവും നഷ്ടവും ഒക്കെ കണ്ടു വളർന്ന നല്ല ഉശിരുള്ള അച്ചായത്തിയാണ് ഞാൻ. കടക്കാരെയൊക്കെ ഞാൻ പറഞ്ഞു നിർത്തിക്കോളാം. എൻ്റെ മുമ്പിൽ ഒരുത്തനും വാല് പൊക്കില്ല. ഇച്ചായൻ ധൈര്യമായിട്ട് പോയിട്ട് വാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. നാട്ടിലേക്കാണോ? സുഖമല്ലേ? സുഖമായിരിക്കും സാർ. ഉണ്ണീട്ടാ, എന്നാ പോയിട്ട് വരും. പ്രമോദ് സാർ. അപ്പോൾ വേണ്ട, ഞാൻ കൊടുത്തോളാം. ട്രോളി വേണോ സാർ? ഏയ് വേണ്ട. കവിയൂർ ഓർത്തഡോക്സ് പള്ളി വെച്ചിട്ടാ ഞാൻ നിൻ്റെ അമ്മയെ ആദ്യമായിട്ട് കാണുന്നു. അവിടെ വെച്ച് തന്നെയായിരുന്നു ഞങ്ങളുടെ കെട്ടും. പള്ളിമുറ്റത്തുനിന്ന് അവിടെ കൈ പിടിച്ചിറങ്ങി അന്ന് തൊട്ടിന്നവരെ ഞാൻ അവളെ കരയിച്ചിട്ടില്ല. ഷെളി കരയാൻ പാടില്ല. എനിക്കിത് പറയാൻ വേറെ ആരുമില്ല. നോക്കിയേക്കനടാ.
ഇന്നലെ രാത്രി മുരളീമേനോൻ വിളിച്ചിരുന്നു. അയാളുടെ ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ നമ്മളെല്ലാവരും കോടതി കയറ്റുമെന്നാണ് പറയുന്നത്. ഇന്റർപോളിൽ പ്രഷർ ചെയ്ത് കേസ് വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുമെന്നും പറഞ്ഞു. മറ്റു കടക്കാരുടെയും സ്വരം മാറിയിട്ടുണ്ട്. ഇച്ചായം വരാൻ ഇനിയും സമയമെടുക്കും. നമ്മൾ കുറച്ച് എമൗണ്ടെങ്കിലും ഉടനെ സെറ്റിൽ ചെയ്തേ പറ്റൂ. നാട്ടിലുള്ള നമ്മുടെ പ്രോപ്പർട്ടീസ് വിറ്റാലോ? അതുകൊണ്ട് മാത്രം ആവില്ല. നിങ്ങളുടെയൊക്കെ കല്യാണത്തിന് വേണ്ടി മാറ്റിവെച്ച് FD ഒക്കെ ബ്രേക്ക് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മുടെ ഇവിടെയുള്ള പ്രോപ്പർട്ടീസും. ഇവിടെ നമുക്കതിന് മാത്രം. നമ്മുടെ വീട്, നമ്മുടെ ഓഫീസ്. അയ്യോ, ഇപ്പം നമ്മുടെ സ്റ്റാഫ്, മണിച്ചേട്ടൻ, മൊയ്തുക്ക, എല്ലാരെയും പിരിച്ചുവിടേണ്ടി വരും. ഇതുകൂടാതെ പെട്ടെന്ന് കുറച്ച് എമൗണ്ട് റെഡിയാക്കണമെങ്കിൽ വേറൊരു സാധനവും കൂടെ നമ്മൾ വിൽക്കേണ്ടി വരും. മേടിക്കാൻ വരണോ ഇനിയും ലേറ്റ് ആവും അത്രേ. ഇങ്ങനെ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. വെറുതെ ഒരു സമയം അങ്ങോട്ട് പറയും. നമ്മൾ കറക്റ്റായിട്ട് എത്തി വിളിച്ച് ചോദിക്കുമ്പോൾ അവന്മാർ പറയും ഓൺ ദ വേ. എന്തുട്ട് ഓൺ ദ വേ? അവിടുത്തെ കട്ടിൽ നിന്ന് എത്തിട്ട് പോലും ഉണ്ടാവില്ല, എന്നാലും വെച്ച് കാച്ചും ഓൺ ദ വേ. ഇവനെ മേടിക്കാൻ പോയ കഥ അറിയുന്നു നിനക്ക്? അന്ന് നിങ്ങൾ ഊട്ടി പഠിച്ചുകൊണ്ടിരിക്കുക. ഷെർലി 8 മാസം പ്രഗ്നന്റ്. നമ്മുടെ മുത്തിനെ അവൻ വയറ്റേ കിടന്ന് ഒരു ജാതി കുത്തും ചവിട്ടുമൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഷെർലിക്കൊരു മോഹം. അവളുടെ അബുദാബിയിലുള്ള കൂട്ടുകാരുടെ മോളുടെ കല്യാണത്തിന് പോകണം. അന്ന് ജേക്കബിൻ്റെ കയ്യിൽ പഴയ ഒരു കൊറോളയാണ്. വലിയ കണ്ടീഷനൊന്നുമില്ല. ഷെർലിയും കൊണ്ട് ഇത്ര ദൂരം അങ്ങോട്ട് ഓടിച്ച് ഈ കാറിൽ കൊണ്ടുപോകാൻ ജേക്കബിന് ഒരു പേടി. കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് ഞങ്ങൾ 2 പേരും കൂടി ഒറ്റ വിടലാണ് നമ്മുടെ ബെൻസിൻ്റെ ഷോറൂമിലേക്ക്. റെഡി ക്യാഷ് മേശപ്പുറത്ത് വെച്ചിട്ട് 3 ദിവസം കൊണ്ട് മാർക്കറ്റിൽ നിന്ന് പെടയ്ക്കണ മീനെ കൊണ്ടുവരുന്ന മാതിരി കൊണ്ടുവന്നതാ ഈ മഹാനെ. എത്ര സ്പീഡിൽ ഓടിച്ചാലും ഇവൻ കുലുങ്ങില്ലടോ. ഇവൻ്റെ പുതിയ മുതലാളി വരുന്നതിന് മുമ്പേ നമുക്കിവനെ ഒന്ന് പറപ്പിച്ചാലോ? കണ്ടാ, കുലുങ്ങില്ലേ? ജേക്കബിനെ പോലെ. ജബലാലിയിൽ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കടയിലുണ്ടാവും. എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ മതി. ഇത് വെച്ചോ. വേണ്ട ചേട്ടാ. പപ്പയുടെ ഡ്രൈവർ തരുന്നതെന്ന് കരുതണ്ട, പപ്പ തരുന്നതെന്ന് കരുതിക്കോ. ഹലോ അമ്മ. ഹലോ ജെറി. എന്താ മുത്തേ? വേഗം ഓഫീസിലേക്ക് വാ. എന്തു പറ്റി? ഇവിടെ പോലീസും 1-2 ആൾക്കാരും അമ്മയോട്. ജെറി, ജെറി പ്ലീസ് ഫാസ്റ്റ്. ഹലോ ഫിലിപ്പങ്ങളെ, പെട്ടെന്ന് ഓഫീസിലേക്ക് വരാൻ പറ്റുമോ? البلاغ 465. تمام علم. Sir, Jacob wife is innocent, sir. Sorry. I know them This is personally. an arrest. Sir, please, sir. I will come to the police station for them. I Sir, told I you. know that This is an arrest. Sir, I please. told you. No way. Sir, please هذول listen me, مطلوب sir. القبض عليهم في قضية. Sir. ما تحاول. Sir, You are breaking the law.
Let me do my job, please, Sir, please, huh? Sir. Step back. Sir, that's my You're mother. breaking the law. This is arrest. I need to go with You're her. breaking the law. This is arrest. Sir, I need to told go you. with her, sir. ارجع That's حط my ورا. mother. هذا I عمل cannot let لك. you go without me. That's my mother. Jerry. حضري لي القضية رقم 450. ഓക്കെ. Excuse me 1 second. ഒമേരിയുടെ കേസ് തൽക്കാലം സോൾവ് ചെയ്തു. കാർ വിറ്റ കാശ് മുഴുവൻ അയാൾക്ക് കൊടുത്തു. ബാക്കിയുള്ളത് 6 മാസത്തിൽ തന്ന് തീർക്കാന്ന് പറഞ്ഞു. നിങ്ങളുടെ രണ്ടുപേരുടെയും പാസ്പോർട്ട് തിരിച്ചു മേടിച്ചോ? Jerry Jacob Zakaria. Sir. You don't pay credit card bills? Emirates MBD Bank put the case against you. You go. And you stay. എടാ എൻ്റെ മക്കൾ എന്നെക്കാളൊക്കെ മുകളിൽ വരും. ഐ ആം ദ വെൽത്തിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. എനിക്കിത് പറയാൻ വേറെ ആരുമില്ല. നോക്കിയേക്കണടാ. എയർപോർട്ടിൽ വെച്ച് പപ്പൻ്റെ കൈ അമർത്തി പിടിച്ച് കരയാൻ പാടില്ല, അവളെ നോക്കിയേക്കണെന്ന് പറഞ്ഞു. പറ്റുന്നില്ല കൽപ്പങ്ങൾ, എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല, എവിടെ തുടങ്ങണമെന്നറിയാൻ പാടില്ല. ജെറി വാ. നീ ആ കോർണറിലുള്ള കഫ്റ്റേരിയ കണ്ടോ? മുക്കത്തുകാരൻ ഒരു ഷെരീഫിൻ്റെ കഫ്റ്റേരിയ അത്. 9 വർഷം മുമ്പ് ആരുടെയൊക്കെയോ കൈയും കാലും പിടിച്ചിട്ടാണ് അവൻ ഗൾഫിൽ വന്നത്. ഓലമേഞ്ഞ കുടിലിൽ കോരിച്ചൊരിയുന്ന മഴയത്തെ ചോർച്ചയടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നീ കിടന്നിട്ടുണ്ടോ? അവൻ കിടന്നിട്ടുണ്ട്. അവൻ്റെ മൊത്തം കുടുംബം കിടന്നിട്ടുണ്ട്. ഇപ്പം അവൻ്റെ ഫാമിലി താമസിക്കുന്നത് കോഴിക്കോട് സിറ്റിക്കകത്താ. അവിടെ അവർക്ക് സ്വന്തമായി ബിസിനസ്സും ഉണ്ട്. ജീവിതം പഠിക്കാൻ ഒരുപാട് ദൂരമൊന്നും പോകണ്ട ജെറി. ഈ സ്ട്രീറ്റിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വലിച്ചൊരു നടത്തം നടത്താൽ മതി. ഇവിടുത്തെ ഓരോ കോണിലും എല്ലുമുറിയെ പണിയെടുക്കുന്ന മലയാളിയുടെ മുഖത്തോട്ടൊരു നോട്ടം നോക്കിയാൽ മതി. തമാശയായിട്ട് എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും ഒരു മലയാളി ഉണ്ടാവുമെന്ന്. അത് തമാശയല്ല. കടലും മലയൊക്കെ കിടന്ന് ഏത് നാട്ടിലും പോയി സ്വന്തം സാമ്രാജ്യം ഉണ്ടാക്കി എടുത്തിട്ടുള്ളവൻ തന്നെയാണ് മലയാളി. നിന്റെ അപ്പൻ എങ്ങനായിരുന്നു? ജേക്കബിന്റെ മകൻ എൻ്റെ മുന്നിൽ നിന്ന് കരയാൻ പാടില്ല. തോറ്റുപോയതിനെ പോലെ വന്ന് നിൽക്കാൻ പാടില്ല. വണ്ടി ഇറങ്ങടാ. Dear Christina, I want to spend the rest of my life with you. Oh my God. Will you marry me? Are you serious?
My knees are hurting. I love you, Christina. Thanks a lot, man. Congrats, man. Thank you guys for coming. Congrats. Thank you so much. ജെറിച്ചായ ഓർമ്മയുണ്ടോ? ഇന്ത്യൻ സ്കൂളിൽ ഞാൻ ജെറിച്ചായൻ്റെ ജൂനിയർ ആയിരുന്നു. പ്രയർ ഗ്രൂപ്പിൽ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഓ, കെവിൻ. യെസ്, കെവിൻ. മൈ സിസ്റ്റർ ജസ്റ്റ് ഗോട്ട് എൻഗേജ്ഡ്. കം ജോയിൻ us. ഓ ഇല്ല, ഞാൻ വാ ജെറിച്ചായ, ഇറ്റ്സ് ഓക്കെ, കം. അല്ല കുഴപ്പമില്ല. കം. Hey, stay around, okay? Ashwin, meet Jerry. He's my senior. Hi. Chechi. See all of you together. Meet my sister. Hey, hi. Hi. I'm Christina. Jerry Jacob. അന്ന് നീ കണ്ണു തുറക്കുമ്പോൾ നീ നിന്റെ മുന്നിലെ വെളിച്ചം കാണും. പടുകൂറ്റൻ കെട്ടിടങ്ങൾ കാണും. സാധ്യതകളുടെ ഒരു വലിയ നഗരം നീ കാണും. പണിയെടുക്കുന്നവൻ്റെ പടച്ചോനായ ദുബായിയെ നീ കാണും. ചീട്ടുകൊട്ടാരം പോലെ തകർന്നിരിക്കുമ്പോൾ എതിരെ നിൽക്കുന്നയാളുടെ കണ്ണിൽ നോക്കി നല്ല ഫുൾ കോൺഫിഡൻസിൽ സൂര്യന് താഴെ എന്തിനെക്കുറിച്ചും കൺവിൻസിംഗ് ആയിട്ട് സംസാരിച്ച് കച്ചവടം ചെയ്യാൻ അറിയുന്നവനാണ് യഥാർത്ഥ ബിസിനസ്മാൻ. യൂസഫ് ഷാ. ഈ ബിസിനസ് മീറ്റിങ്ങിന് നമ്മൾ എപ്പോഴും രാവിലെ തന്നെ പോകണം. നമ്മൾ കാണാൻ പോകുന്ന ആളെന്ന് ആദ്യം കാണുന്നത് നമ്മളെ തന്നെ ആയിരിക്കും. എക്സ്ക്യൂസ് മീ. യെസ്, നമ്മൾ തമ്മിൽ നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. നിങ്ങളെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഹൗ കൻ ഐ ഹെൽപ്പ് യു? ഐ എം ഹിയർ ടു മീറ്റ് യൂസഫ് ഷാ. യൂസഫ് ഷാ. യു ഹാവ് എൻ അപ്പോയിൻമെൻറ്റ്? ഇല്ല, എനിക്കൊരു 2 minutes മതി. വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വരും. അല്ല, ഞാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാൻ വേണേൽ സെക്യൂരിറ്റീനെ വിളിക്കാം. ഓ, എന്നാൽ പോയിട്ട് വരാം. ആ, ഏതടവൻ ഞാൻ വിചാരിച്ചു നീ യൂസഫ് ഷായെ മറത്തി അടിച്ച് കച്ചവടം ഉറപ്പിച്ച് പടയപ്പ സ്റ്റൈലിൽ ഒരു വരവ് വരുമെന്നാ. സിനിമയിൽ അതൊക്കെ പറ്റും. ഒറ്റപ്പാട്ടിലെ പണക്കാരനാവാലോ. നടക്കൂല ഫിലിപ്പങ്ങളെ, ജീവിതത്തിൽ അത് നടക്കൂല. യു ഹാവ് എൻ അപ്പോയിൻമെൻറ്റ്? യെസ്. ഓ, ഇവിടെ ഉണ്ട്. എടുത്തു അപ്പോയിൻമെൻറ്റ്. എനിക്കറിയാം. അകത്ത് വെയിറ്റ് ചെയ്യും. പ്ലീസ് ബി സീറ്റഡ്.
ഓൾ ഗുഡ്. ഓ കൂട്ടിട്ടൊന്നേ ഉള്ളൂ. ഞാൻ തന്നെയാണ് യൂസഫ് ഷാ. ഹായ് സർ. എനിക്ക് മനസ്സിലായില്ല സാറേ. 2 ആഴ്ചത്തെ ലീവിന് ചോദിച്ചിരുന്നു നാട്ടിൽ പോവാൻ. 1 മാസത്തേക്ക് പോയിക്കോളൂ. താങ്ക് യു സാർ. പിന്നെ ഇങ്ങോട്ടേക്ക് വരണ്ട. ഗെറ്റ് ഔട്ട്. തേണ്ടി. ടെൽ മീ. ഞാൻ സാറിനെ കുറിച്ച് ഒരുപാട് വായിച്ചിരുന്നു, പക്ഷെ ഫോട്ടോ ഒന്നും കണ്ടില്ല. ഫോട്ടോ വേണ്ട. എനിക്കൊരു 200 ടൺ സ്റ്റീൽ വേണം. എൻ്റെ ഒരു ആഫ്രിക്കൻ കസ്റ്റമറിന് വേണ്ടിയാണ്. നിങ്ങളുടെ മറ്റ് ബയേഴ്സിനെ പോലെ അല്ല ഞാൻ. എനിക്കൊരു പ്രത്യേകതയുണ്ട്. എൻ്റെ കയ്യിൽ ഒരൊറ്റ പൈസയില്ല. ജെറി, തൻ്റെ കൂടെ എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ താനുമായിട്ട് ബിസിനസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. കോടികളുടെ കടം, ട്രേഡ് ലൈസൻസ് ഇല്ല, ബാങ്ക് അക്കൗണ്ട് ഇല്ല, ഓഫീസില്ല, എംപ്ലോയീസ് ഇല്ല, ഗ്യാരണ്ടി നിൽക്കാൻ പോലും ആരുമില്ല. കച്ചവടത്തിന് നാവ് മാത്രം മതിയോടും. ഈ പറഞ്ഞ സാധനങ്ങളൊന്നുമില്ലാതെ 4-5 വർഷം മുന്നേ ഷാർജയിലും ജബലയിലെല്ലാം മില്യൺസിനെ കച്ചവടം നടത്തിയ ഒരാളെക്കുറിച്ച് എനിക്കറിയാം. യൂസഫ് ഷാ. ഞാൻ നിങ്ങളെ തേടി വന്നത് അതുകൊണ്ടാണ്. പഴയ പോലെ റിസ്ക് എടുക്കാനൊന്നും എനിക്ക് വയ്യ. നിങ്ങൾ റിസ്ക് എടുക്കണ്ട. വൈകുന്നേരം മേശപ്പുറത്ത് കാശ് കൊണ്ട് വയ്ക്കുമ്പോൾ നിങ്ങളിത് എനിക്ക് തിരിച്ചു തന്നാൽ മതി. ടൺ. യെസ്. 5 ട്രക്ക്. യെസ്. മാനേജർ വർമ്മയോട് സംസാരിച്ചോളൂ. ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. താങ്ക് യു. യു വെൽക്കം. ജെറി, താൻ ഈ ബിസിനസ്സിൽ പുതിയതാണ്. ഡീൽ ചെയ്യുന്നത് ആഫ്രിക്കൻസുമായിട്ടും സൂക്ഷിക്കണം. ആഫ്രിക്കൻസ് ഡീൽ ചെയ്യുന്നത് നമ്മൾ മലയാളികളായിട്ടല്ലേ സാറേ? I am not going to the seaport. This consignment. ആമാ കഴിഞ്ഞോ? ഇല്ല, അവർ ലോഡ് ചെക്ക് ചെയ്തു. ഇവ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ദേ പള്ളിയിൽ നിന്ന് ഇറങ്ങി. പള്ളിയിൽ നിന്ന് ഇറങ്ങിയാലും പ്രാർത്ഥന നടത്തണ്ട. കാശ് ഇതുവരെ കയ്യിൽ വന്നിട്ടില്ല. ഇവിടെയുള്ള ഓരോരുത്തന്മാരെ തേക്ക് മരം പോലെ ഇരിക്കുക. തേക്കിനൊക്കെ ഇപ്പം നല്ല വിലയാടാ. എല്ലാം നന്നായി പോകും. നിന്റെ ഫസ്റ്റ് ഡീലല്ലേ? ഓൾ ദി ബെസ്റ്റ്. ശരി. Jerry. So you guys carry on. സമത്. Jerry, it's all good. Oh, thank you. How much? Like we said, 1 million. Thank you. Okay, see you then. Thank you. ജെറി, എൻ്റെ അടുത്ത് കുറച്ച് ബൾക്ക് ലോഡുണ്ട്. 2 ആഴ്ചക്കുള്ളിൽ എനിക്കത് വിറ്റ് തീർത്ത് കാശ് കയ്യിൽ വരണം. ബയേഴ്സ് ഒരുപാട് പേരുണ്ട്, പക്ഷെ ആരും പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പ്രോംപ്റ്റ് അല്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? എത്ര ടൺ വരും? 10,000. 10,000 ടൺ. ഞങ്ങൾ എടുത്തോളാം. രണ്ടാഴ്ച കൊണ്ട് 10,000 ടൺ നമ്മൾ എങ്ങനെ വിൽക്കും? പഴയ കസ്റ്റമേഴ്സ് ആരും നമ്മളോട് ബിസിനസ് ചെയ്യില്ല. ഒരു ആഫ്രിക്കക്കാരനെ കണ്ടുപിടിച്ച പാടെ എനിക്കറിയാം. പുതിയ കസ്റ്റമേഴ്സിനൊക്കെ ചാത്തമാർ കൊണ്ടു തരൂ. മാർക്കറ്റ് ഏറ്റവും ഡള്ളായിരിക്കും സമയമാണ്. എന്ത് ധൈര്യത്തിൽ അമ്മ ഇത് കമ്മിറ്റ് ചെയ്ത്? ഈ മാർക്കറ്റും ബിസിനസ്സും ഒന്നും ഞാൻ ഇന്നും ഇന്നലെയും കാണുന്നതല്ല ജെറി. ഞാൻ ജേക്കബ് സക്കറയുടെ ഭാര്യ, നീ നിന്റെ അപ്പൻ്റെ മോനും. നമ്മളിത് വിൽക്കും. മുത്തേ, നീ പപ്പയെ മിസ് ചെയ്യാറുണ്ടോ? Sometimes. പപ്പ എപ്പോഴാ വരിക? വേഗം വരും. അതുവരെ എനിക്ക് നീ ഉണ്ടല്ലോ.
will talk ज्यादा to- मैं आपको एक दिन नहीं दे सकता। I will talk to your तो manager. या मैं पुलिस को बुलाऊंगा या फिर गुंडों। ഇവിടെ ഇരിക്കടാ. ഇരിക്കടാ അവിടെ. അവിടെ ഇരിക്കാനാ പറഞ്ഞത്. जी मैम। നിന്റെ മാനേജർക്ക് എന്നെ നല്ലോണം അറിയാവല്ലോ. जी। അയാൾക്ക് എന്നോട് സംസാരിക്കണമെങ്കിൽ ആ കൊരങ്ങനോട് ഇങ്ങ് നേരിട്ട് വരാൻ പറ. അല്ലാണ്ട് കണ്ണി കണ്ട ആപ്പി ഉപ്പയൊക്കെ എന്റെ വീട്ടിലേക്ക് അയച്ചാലുണ്ടല്ലോ. ഇറങ്ങിപ്പോടാ. जी मैम। വഴുതാ. ആ പുതിയ ഓഫീസാണ്. ബോട്ട് യു രവി ടു മേക്ക് ഗുഡ് തിങ്സ്. ഫാദർ ഇത് ഡാ ചെറുക്ക. നീ ആ സിഗരറ്റ് കെടുത്തി. നിന്റെ അമ്മയുടെ പ്രായം ഉണ്ടാവും എനിക്ക്. എന്റെ മുമ്പിൽ വെച്ച് സിഗരറ്റ് വലിക്കുക. എടുക്കടാ അത്. ജെറി ഇവനുമായിട്ടൊന്നും ഒരു ബിസിനസ്സും വേണ്ട. ഐ എം റിയലി സോറി. ഇനി ആവർത്തിക്കില്ല. ലെറ്റ്സ് ടോക്ക് ബിസിനസ് ജെറി. ഒന്ന് പറ പ്ലീസ്. ക്ഷമിച്ചേക്കമ്മേ, ലെറ്റ്സ് ടോക്ക് ബിസിനസ്.